വയനാട്ടിൽ 2019 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. വന്യമൃഗാക്രമണം, രാത്രിയാത്രാ നിരോധനം എന്നിവ പരിഹരിക്കുന്നതിന് ശ്രമിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്നു ഇവ രണ്ടും. വന്യമൃഗ പ്രതിരോധത്തിന് MP എന്ന നിലയിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കാനോ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. രാത്രികാല ഗതാഗത നിരോധനത്തിലും ഇടപെടലുണ്ടായില്ല. രാജ്യം ചർച്ച ചെയ്യുന്ന പൗരത്വ നിയമ ഭേദഗതിയിൽ രാഹുൽ മൗനം തുടരുകയും ചെയ്തു. That there are complex problems here. There is the problem of man-animal conflict. Person who believes in finding solutions, and I don't believe in imposing solutions from on top. അനൂപ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. അനൂപ്, വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പതിവ് വാഗ്ദാനങ്ങൾ തന്നെയായിരുന്നു ഇതാ. നമുക്കറിയാം വാഗ്ദാനങ്ങൾ എത്രത്തോളമാണ് രാഹുൽ ഗാന്ധി അവിടെ നടപ്പാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് MP ഫണ്ടിൽ നിന്നും എത്ര തുകയൊക്കെ രാഹുൽ ഗാന്ധി ചെലവാക്കി എന്ന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ കയ്യിൽ തന്നെ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ അതേ വാഗ്ദാനങ്ങൾ തന്നെ വീണ്ടും നൽകുന്നു. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അവിടെ? 2019 രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വാഗ്ദാനങ്ങളായി നൽകിയത് അന്ന് വന്യമൃഗ ശല്യം ഏറെ രൂക്ഷമായിരുന്നു വയനാട്ടിൽ. അത് മറ്റ് രാത്രികാല ഗതാഗത നിരോധനം പോലുള്ള വിഷയങ്ങൾ. ഈ രണ്ട് വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശക്തമായ നടപടികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പരിഹരിക്കാനാവുക. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി 2019 ഇവിടെ എത്തിയപ്പോൾ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതായിരുന്നു ആ ഉറപ്പ്. എന്നാൽ 5 വർഷങ്ങൾ കഴിഞ്ഞു, വന്യമൃഗശല്യം രൂക്ഷമായി. ഇത് സംബന്ധിച്ചുള്ള ഒരു ഇടപെടലും രാഹുൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം റോഡ് ഷോയുമായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ 2019 തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഏറെ വിമർശിക്കപ്പെടുന്നത്. കാരണം ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു ഇടപെടൽ പാർലമെൻറ്റ് അംഗം എന്ന രീതിയിൽ, പാർലമെൻറ്ററി എന്ന രീതിയിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്ററി ഇടപെടലുകളൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വന്യമൃഗശല്യത്തിൽ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് വന്യമൃഗ സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളാണ്. കർശനമായ ചില നിയമവ്യവസ്ഥകൾ അത് സൃഷ്ടിക്കുന്ന വലിയ പ്രതിസന്ധികളെല്ലാം വയനാട് ജനത അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒരു നിയമ ഭേദഗതി വേണമെന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. സംസ്ഥാന നിയമസഭ 2 തവണ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുക കൂടി ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഈ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി എംപിയുടെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ആവശ്യമാണ്. അത് ലോക്സഭയിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമാണ്. അതുപോലൊപ്പം ഈ വിഷയങ്ങൾ പാർലമെൻറ്റിൽ വിവിധ രീതികളിൽ ബില്ല് അവതരിപ്പിക്കുകയും മറ്റും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രൂപപ്പെടുത്തുകയും മറ്റുമെല്ലാമുള്ള കാര്യങ്ങളിൽ ഈ രീതിയിൽ ഇടപെടലുകൾ ആവശ്യമാണ്. എന്നാൽ ഒന്നും തന്നെ രാഹുൽ ഈ 5 വർഷക്കാലവും ചെയ്തില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ വാഗ്ദാനങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഈ ഇടപെടലുകളൊന്നും തന്നെ, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും ലോക്സഭയ്ക്ക് പുറത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ലോക്സഭയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഒരു സ്വകാര്യ ബില്ല് പോലും ഈ വിഷയത്തിലോ മറ്റോ രാഹുൽ ഗാന്ധിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഏറെ വിമർശിക്കപ്പെട്ടത്. അത് നേരത്തെ ഈ ഒരു വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും വലിയ പ്രതിഷേധത്തിന് കാരണമായ വസ്തുതകളാണ്. ഏതായാലും വീണ്ടും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി രാഹുൽ ഗാന്ധി വോട്ടർമാരെ ഈ രീതിയിൽ വഞ്ചിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ആക്ഷേപം. അത് ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വാഗ്ദാനങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതോടൊപ്പമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം MP-മാരുടെ ഉൾപ്പെടെയുള്ള യോഗങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ വിളിച്ചിരുന്നു. അതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല. അതുപോട്ടെ ഡൽഹിയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഈ വിഷയങ്ങൾ ആ രീതിയിൽ ഉന്നയിക്കാനോ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനോ അവതരിപ്പിക്കാനോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതാണ് ഒരു പ്രധാന വിമർശനമായി ഉയരുന്നത്. ഏതായാലും 2024 രാഹുൽ ഗാന്ധി 2019 അതേ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ കണ്ടത് 2019 രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു എന്ന് കാണാം. ആ പ്രതികരണം നോക്കാം. Just a few days back, I visited Wayanad when a tragedy had happened. Wild elephant
had killed people in the constituency. Issue of animal conflict. There is the night road issue. There is the medical college issue. Is a fight that all the people of Wayanad agree on, and I in this protest. വാഗ്ദാനങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നല്ലാതെ എന്താണ് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തത്? രാഹുൽ ഗാന്ധി അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചോ ഇല്ലയോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നൊക്കെ തന്നെ നമുക്ക് കണ്ടറിയാം.